ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെർസറ്റൈൽ മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ ഇനി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം നന്നായിട്ട് വരയ്ക്കാൻ അറിയണ്ട, ബ്രഷ് വേണ്ട, നമ്മുടെ വിരൽത്തുമ്പ് മാത്രം മതി. ബോട്ടിലിലെ ബേസ് കോട്ടായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ബോട്ടിലോട്ട് വരയ്ക്കാനായിട്ട് റോസ്, വൈറ്റ്, ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത ബോട്ടിൽ ആർട്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർട്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ഞാനിവിടെ പാലറ്റിൽ റോസ് കളറും വൈറ്റ് കളറും കുറച്ച് ഡ്രോപ്സ് പെയിൻറ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സിൽ, വിരൽ തുമ്പിൽ ഒരു ഭാഗത്തായിട്ട് റോസും അടുത്ത ഭാഗത്തായിട്ട് വൈറ്റും എടുത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് ആ രണ്ട് കളറും കൂടെ ഒന്ന് മിക്സായി കിട്ടും. അതിനുശേഷം ഇതുപോലെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് പൂവിൻ്റെ ഷേപ്പ് വരുന്നത് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒത്തിരി കഷ്ടവും ഇല്ല, ഈസിയാണിത് ചെയ്യാനായിട്ട്. നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൂടുതൽ വെറൈറ്റി, ക്രിയേറ്റീവ്, അടിപൊളി വീഡിയോസിനായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്നാലും ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് ബോട്ടിലോട്ട് വരഞ്ഞെടുക്കാം. പൂക്കളെ അടുത്തടുത്തായിട്ടോ ദൂരെയായിട്ടോ നമ്മുടെ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴേ കട്ടി കുറഞ്ഞിട്ട് ബേസ് കോട്ട് കാണുന്ന രീതിയിലായിരിക്കും വരുന്നത്. അതിനായിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു സെക്കൻഡ് കോട്ട് കൂടി ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ബോട്ടിലിൽ വരച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം ലീവ്സ് ആണ്. അതിനായിട്ട് ഞാൻ സ്മോൾ ഫിംഗറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഭാഗത്തായിട്ട് വൈറ്റും വൈറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ ഗ്രീനും ആണ് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ നമുക്ക് ലീവ്സ് ആവശ്യമുള്ള ഭാഗത്തുനിന്ന് വരഞ്ഞു കൊടുക്കാം ചെറുതായിട്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ പറയുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും FBയുടെ ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡിയായി. എല്ലാവർക്കും എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.